മലക്കുകൾ നമ്മുടെ കൈപിടിച്ച് മുസാഫഹ ചെയ്യാനും മലക്കുകളുടെ ദുആ കിട്ടാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ദുആ പറഞ്ഞു തരാം. ഈ ദുആ നമ്മുടെ ഏത് പ്രശ്ന സമയത്ത് പ്രതിസന്ധി സമയത്ത് പറഞ്ഞാലും മലക്കുകൾ ഇറക്കി അള്ളാഹു നമ്മളെ സഹായിക്കും. അതിനൊരു ചരിത്രം സാക്ഷിയാണ്. മാത്രമല്ല വിശുദ്ധമായ ഖുർആനിലെ 2 ചെറിയ ആയത്തുകൾ, ഈ ആയത്തുകൾ നമ്മൾ സ്ഥിരമാക്കി കഴിഞ്ഞാൽ മലക്കുകൾ വഴി നമുക്ക് 4 വമ്പൻ പ്രതിഫലങ്ങൾ കിട്ടും. ഏതാണ് ആ പ്രതിഫലങ്ങൾ, ഏതാണ് ആ ആയത്ത്, എങ്ങനെയാണ് ഓതേണ്ടത്, എപ്പോഴാണ് ഓതേണ്ടത്, വിശാലമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. മലക്കുകളുടെ സഹായം സ്ഥിരമായി നമുക്ക് കിട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, മലക്കുകളുടെ കാവൽ, മലക്കുകളുടെ ഒരു സപ്പോർട്ട്, മലക്കുകൾ നമ്മുടെ കൈപിടിച്ച് മുസാഫഹ ചെയ്യണം, മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടണം, അതിന് പറ്റിയ ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. മലക്കുകളെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് റൂഹിനെ ഊതും, ആത്മാവിനെ ഊതും. ആ ആത്മാവിനെ ഊതുന്നതാരാ? അതൊരു മലക്കാണ്. മലക്കുമായിട്ട് മനുഷ്യന് നല്ല അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന ആളുകളാണ് മലക്കുകൾ, അത് വേറെ വിഷയം. കാരണം അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ എൻ്റെ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു. മനുഷ്യർ എന്ന ഒരു വിഭാഗത്തെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോവുകയാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം, ഒപ്പീനിയൻ എന്താ? ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു, എന്തിനാ പടച്ചോനെ, ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, പാപങ്ങൾ ചെയ്യുന്ന, തെറ്റുകൾ ചെയ്യുന്ന ഈ മനുഷ്യർ നീ എന്തിനാ സൃഷ്ടിക്കുന്നത്? ഞങ്ങളുണ്ടല്ലോ, നിനക്ക് തസ്ബീഹും തക്ബീറും തഹ്ലീലൊക്കെ ചെല്ലാൻ ഞങ്ങളുണ്ടല്ലോ, നിനക്കെന്തിനാണ് മനുഷ്യരെന്ന് പറയുന്ന ഒരു സൃഷ്ടി? ആ സമയത്ത് അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നവനാണ്. അതായത് മനുഷ്യൻ ഉയർന്നാൽ അവൻ മലക്കുകളേക്കാൾ ഉയരും, അവൻ താഴ്ന്നാലോ അവൻ മൃഗത്തേക്കാൾ അധപ്പതിക്കും. അപ്പോൾ മനുഷ്യൻ ഉയർന്നാൽ അതാണ് മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സദാസമയം അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന, തസ്ബീഹ് പറയുന്ന, തക്ബീർ പറയുന്ന, സുജൂദ് ചെയ്യുന്ന. അള്ളാഹ്ക്ക് ഒരുപാട് വിഭാഗം മലക്കുണ്ട്. അതിലൊരു കുറച്ച് ആളുകൾ എപ്പോഴും റുക്കൂയിലാണ്, കുറച്ച് ആളുകൾ എപ്പോഴും സുജൂദിലാണ്, കുറച്ച് ആളുകൾ എപ്പോഴും ഇഅ്തിദാലിലാണ്, കുറച്ച് ആളുകൾ എപ്പോഴും തസ്ബീഹ് പറയുന്നു, സുബ്ഹാനല്ലാഹ് പറയുന്നു, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ വ്യത്യസ്തമായ മലക്കുകൾ എല്ലാവരും അള്ളാഹുവിനെ സദാസമയം ഇബാദത്ത്. അവർ തിന്നലില്ല, കുടിക്കലില്ല, ഉറങ്ങലില്ല, ഒരു പരിപാടിയില്ല, ഇബാദത്ത് തന്നെ. ആ ഒരു വിഭാഗം മലക്കുകളോടാണ് മനുഷ്യൻ മത്സരിക്കുന്നത്. അപ്പോൾ ആ മത്സരത്തിൽ നമ്മൾ വിജയിച്ചു എപ്പോൾ? ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നമ്മൾ ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ. പറഞ്ഞു വന്നത്, മലക്കുകൾ നമുക്കെതിരെ സാക്ഷി പറഞ്ഞവരാണ്. അല്ലാഹു തആല ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മലക്കുകളോട് ചോദിക്കും, കണ്ടോ, നിങ്ങളാണ് പണ്ട് പറഞ്ഞത് എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, അവർ പ്രശ്നം ഉണ്ടാക്കുന്നവരാണെന്ന്, ഇപ്പൊ കണ്ടോ, എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് കണ്ടോ എന്ന് മലക്കുകളോട് അല്ലാഹു തആല പറയുമെന്നാണ്. അപ്പം അത്രമാത്രം ശ്രേഷ്ഠത മനുഷ്യനുണ്ട്. മനുഷ്യനായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ചേർത്ത് നിർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് മലക്കുകൾ. നമുക്കൊരു കൂട്ടുകാരൻ മലക്കായിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഏത് പ്രതിസന്ധിയിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മെ അല്ലാഹു തആല റൂഹ്, നമ്മുടെ ഉമ്മാടെ വയറ്റ് നമ്മൾ ബീജത്തുള്ളിയായി കിടന്ന് അതിങ്ങനെ മാംസകഷ്ണമായി മാറി അവസാനം ഒരു മനുഷ്യൻ്റെ കോലത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് റൂഹിനെ ഊതും, ആത്മാവിനെ ഊതും. അതൊരു മലക്ക് വഴിയാണ് നടക്കുന്നത്. എൻ്റെ ശരീരം, എൻ്റെ റൂഹിനെ പിടിക്കുന്നത് അതൊരു മലക്കാണ്. എൻ്റെ ഈ ശരീരം കൊണ്ടുപോയി ഖബറിൽ വെക്കുന്നു, ഖബറിൽ വെക്കുമ്പോൾ ചോദ്യം ചോദിക്കാൻ വരുന്നത് അതും മലക്കാണ്. ഇനി ഞാൻ അവിടെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രതിഫലം തരുന്നത് അള്ളാഹുവാണ്. ആര് മുഖേന? മലക്കുകൾ മുഖേന. ഇനി എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അള്ളാഹു കാക്കട്ടെ, എല്ലാവരെയും കാക്കട്ടെ, ശിക്ഷ തരുന്നതും മലക്കാണ്. ഇനി ആഖിറത്തിൽ ചെല്ലുമ്പോൾ നന്മയും തിന്മയും തൂക്കുന്നു, അതിന് നേതൃത്വം നൽകുന്നത് മലക്കാണ്. ഇനി നന്മ ഉള്ളവനാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് മനുഷ്യനെ മലക്കുകളാണ്. നരകത്തിലേക്ക് മലക്കുകളാണ്. സ്വർഗത്തെ കാക്കുന്നതും മലക്കാണ്, നരകത്തെ കാക്കുന്നതും മലക്ക്. മലക്കുകളുമായി മനുഷ്യൻ നല്ല അഭേദ്യമായ ബന്ധം ഉണ്ട്. നമ്മുടെ വലതു തോളിലും ഇടതു തോളിലും ആരുണ്ട്? റക്കീബ് അതീദ് എന്ന 2 മലക്കുകളുണ്ട്, നന്മയും തിന്മയും എഴുതാൻ. അപ്പോൾ പറഞ്ഞു വന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും മലക്കുകളുമായി ബന്ധപ്പെട്ടവനാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് അറിയുന്നില്ല എന്ന് മാത്രം. ഒരാൾ മലക്കുകളുമായി ചങ്ങാത്തം കൂടിയാൽ അവനിക്ക് എന്തുണ്ടാകും? അള്ളാഹുവിൻ്റെ എപ്പോഴും കാവലുണ്ടാകും. എപ്പോഴും അള്ളാഹു തആല അവനക്ക് സന്തോഷം കൊടുക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുന്നു, മനിജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. ഒരാൾ പള്ളിയിൽ ഇരുന്നാൽ,
പള്ളിയിലിരുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ വീട്ടിലിരുന്നു, എന്നിട്ടോ യത്ലൂന കിതാബല്ലാ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. വയതദാറസൂ ബൈനഹും, അവർക്കിടയിൽ ആ ഖുർആൻ ഓതിയിട്ട് അവരിങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ചർച്ചയും ചെയ്തില്ലെങ്കിലും ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഓതിയാൽ എന്താ പ്രതിഫലം? ഇദാ നസലത്ത് അലൈഹിമുസ് സക്കീന, അള്ളാഹു അവർക്ക് എന്തു കൊടുക്കും? വലിയ രൂപത്തിൽ സമാധാനം കൊടുക്കുന്നതാണ്. വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹു അവർക്ക് കരുണ കൊടുക്കുന്നതാണ്. വഹഫലതുഹുമുൽ മലായിക, മലക്കുകളെ അള്ളാഹു തആല അവരെ ഏൽപ്പിക്കുന്നതാണ്. മലക്കുകളുടെ കാവലുണ്ടാകും. സുബഹി നമസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതുന്ന ഉമ്മമാരെ, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾക്ക് അല്ലാഹു തആല തരുന്നത് 3 പ്രതിഫലമാണ്. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല സമാധാനം തരും. പിന്നെയോ റഹ്മത്തുണ്ടാകും, കരുണയുണ്ടാകും. മലക്കുകൾ നിങ്ങളുടെ കൂട്ടുകാരായി മാറുന്നതാണ്. അപ്പോൾ അങ്ങനെ വലിയ പ്രതിഫലം കിട്ടാൻ എന്ത് ചെയ്യണം? മലക്കുകളെ നമ്മുടെ കൂട്ടുകാരനാക്കണം. മലക്കുകളെ കൂട്ടുകാരനാക്കണമെങ്കിൽ ഖുർആൻ ഓതണം. ഓതിയാൽ മാത്രം പോരാ, ദുആയും ചെയ്യണം. ഏത് ദുആ? മലക്കുകളെ കൂട്ടുകാരനാക്കി കിട്ടാൻ ഒരു ദുആയുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ദുആ ഏതാണെന്ന് നമുക്ക് പഠിക്കാം. ഒരിക്കൽ അബൂ മുഅല്ലഖ് എന്ന് പറയുന്ന ഒരു സ്വഹാബി, അദ്ദേഹം മദീനയിൽ നിന്നും ഒരു കച്ചവടത്തിന് വേണ്ടി ഇങ്ങനെ യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന സമയത്ത് കുറച്ച് കൊള്ളക്കാർ അദ്ദേഹത്തെ പിടിച്ചു. കൊള്ളക്കാർ പിടിച്ചിട്ട് അവരുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ വെറുതെ വിടൂല, നിന്റെ കയ്യിലുള്ള സമ്പത്തെല്ലാം തന്നോ, എല്ലാ സമ്പത്തും കൊടുത്തു. എന്നിട്ട് പറയൂ, നീ സമ്പത്ത് തന്നാലും ഇല്ലെങ്കിലും നിന്നെ വെറുതെ വിടാൻ പോകുന്ന പ്രശ്നമില്ല, നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്നെ ഏതായാലും നിങ്ങൾ കൊല്ലും, അവസാനം എനിക്കൊരു ആഗ്രഹമുണ്ട്, 4 റക്അത്ത് എനിക്ക് നിസ്കരിക്കണം. അദ്ദേഹം 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്തു. എന്താണ് ആ ദുആ? ആ ദുആയാണ് നമ്മളും ഇൻഷാ അല്ലാഹ് പറയേണ്ടത്. എന്താ? വദൂദു യാ ദൽ അർശിൽ മജീദ് യാ ഫഅലൻ ലിമാ യുരീദ് അസ്അലുക ബിഇസ്സതികല്ലതി ലാ തുറാം വമുൽകികല്ലദീ ലാ യുളാം വബിനൂരികല്ലദീ മിൽഅ അർകാന അർശിക അൻ തക്ഫിയനി ശർറൻ ഹാദൽ ലിസ്സി യാ മുഗീസു അഗ്സിനി. ഈ ദുആ ഒരു 3 വട്ടം മഹാനായ അബൂ മുഅല്ലഖ് എന്ന് പറയുന്ന ആ സ്വഹാബി പറഞ്ഞ ഉടൻ തന്നെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. എന്താ അത്ഭുതം? ഒരു മനുഷ്യന്റെ കോലത്തിൽ ഒരാൾ വന്നു, ഒരു മനുഷ്യരൂപം. അയാൾ കുതിരപ്പുറത്ത് വന്നിട്ട് അവിടെയുള്ള എല്ലാ കൊള്ളക്കാരെയും കള്ളന്മാരെയും കൊന്നുകളഞ്ഞു. ഈ അബൂ മുഅല്ലഖ് എന്ന് പറയുന്ന സ്വഹാബി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ പറഞ്ഞു, ഞാനൊരു മലക്കാണ്. നിങ്ങൾ പറഞ്ഞ ദുആ, ആ ഒരു ദിക്ർ ഞാൻ 3 വട്ടം കേട്ടു. 3 വട്ടം നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സഹായം വേണമെന്ന് എനിക്ക് തോന്നി. അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നു. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് ഞാൻ വന്നത്. നോക്കുമ്പോൾ നിങ്ങളൊരു ആപത്തിലാണ്. ആ ആപത്തിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. എന്താ സംഭവിച്ചത്? അവിടെ 3 പ്രാവശ്യം ഈ ദുആ പറഞ്ഞു. ഏതാണ് ആ ദുആ? ഒന്നുകൂടി കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്കും എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ ദുആ പറഞ്ഞാൽ നമുക്കും മലക്കുകളുടെ ഒരു സംരക്ഷണം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞോ, വദൂദു യാ ദൽ അർശിൽ മജീദ്. വദൂദ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സ്നേഹനിധിയായ അല്ലാഹ്. യാ ദൽ അർശിൽ മജീദ്, അല്ലാഹുവേ പടച്ചവനെ, അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, സ്നേഹനിധിയായ അല്ലാഹുവേ. യാ ഫഅലൻ ലിമാ തുരീദ്, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലാഹുവേ. അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ബിഇസ്സതിക, നിന്റെ ഇസ്സത്തിനെ മുൻനിർത്തി, ഇസ്സത്ത് കൊണ്ട്, അല്ലതീ ലാ തുറാം, ഒരിക്കലും അകന്നു പോകാത്ത നിന്റെ പ്രതാപത്തെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. വമുൽകികല്ലതീ ലാ യുളാം, ഒരിക്കലും ആക്രമിക്കപ്പെടാത്ത നിന്റെ രാജാധികാരം കൊണ്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. പിന്നെയോ വബിനൂരികല്ലദീ മിൽഅ അർകാനി അർശിക, നിന്റെ അർശ് നിറക്കപ്പെട്ട നിന്റെ പ്രകാശം കൊണ്ടും ഞാൻ അല്ലാഹുവേ കാവൽ ചോദിക്കുകയാണ്. അൻ തക്ഫിയനി ശർറ ഹാദൽ ലിസ്, റബ്ബേ ഈ കാണുന്ന കൊള്ളക്കാരിൽ നിന്നും, അല്ലെങ്കിൽ ഈ ആപത്തിൽ നിന്നും, ഈ മുസീബത്തിൽ നിന്നും നീ എനിക്ക് കാവൽ തരണമേ അല്ലാ. യാ മുഗീസു അഗ്സിനി, ഓ സഹായിക്കുന്നവനെ, ഓ സഹായിക്കുന്നവനെ നീ സഹായിക്കണേ എന്നാണ് ഇതിന്റെ ഏകദേശ അർത്ഥം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആ പറഞ്ഞാലോ ദുആ. വദൂദ് യാ ദൽ അർശിൽ മജീദ് യാ ഫഅലൻ ലിമാ തുരീദ് അസ്അലുക ബിഇസ്സതികല്ലതീ ലാ തുറാം വമുൽകികല്ലദീ ലാ യുളാം വബിനൂരികല്ലദീ മിൽഅ അർകാന അർശിക അൻ തക്ഫിയനി ശർറ ഹാദൽ ലിസ്സി യാ മുഗീസു അഗ്സിനി.
ഇത് കേൾക്കുമ്പോൾ പല ആളുകളും ചോദിച്ചു, ഉസ്താദ് ഇത് വലിയ ദുആയാണല്ലോ, ഇത് എങ്ങനെ ഞങ്ങൾ പറഞ്ഞു തീർക്കും? ഇത് കാണാതെ പഠിക്കണമെന്നില്ല, ഇത് കണ്ട് നിങ്ങൾക്ക് പറയാലോ. 1-2 പ്രാവശ്യം ഒന്ന് നല്ലപോലെ ഒന്ന് ഓതി നോക്കിയാൽ വേഗത്തിൽ ഇത് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഓതാം, ഒന്നിച്ച് പതുക്കെ പതുക്കെ പറയാം. വദൂദ് യാ ദൽ അർശിൽ മജീദ് യാ ഫഅലൻ ലിമാ തുരീദ് അസ്അലുക ബിഇസ്സതികല്ലതീ ലാ തുറാം വമുൽകികല്ലദീ ലാ യുളാം വബിനൂരികല്ലദീ മിൽഅ അർകാന അർശിക അൻ തക്ഫിയനി ശർറ ഹാദൽ ലിസ്സി യാ മുഗീസു അഗ്സിനി. വളരെ സിമ്പിളാണ്. ഒന്ന് ഓതുമ്പോൾ ഇച്ചിരി പാട് തോന്നും, പക്ഷെ 1-2 പ്രാവശ്യം ഒന്ന് ഓതിക്കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. ഇത് ഒരുപാട് കിതാബുകളിലൊക്കെ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞാൽ അതിൻ്റെ അസർ ഉണ്ടാകും, അതിൻ്റെ പ്രതിഫലം ഉണ്ടാകും. ഇതൊരു 3 പ്രാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് നമ്മൾ നല്ലപോലെ ഉദു എടുത്ത് നിസ്കരിച്ചിട്ട് ഈ ദുആ പറഞ്ഞാൽ മലക്കുകൾ ഇറക്കി നമ്മൾ കാണാത്ത രൂപത്തിൽ അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു താല സഹായിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ നേരെ ഈ ദുആ പറഞ്ഞു, നോമ്പുമില്ല നിസ്കാരവും ഇല്ല, വല്ലപ്പോഴും നിസ്കരിക്കും, ഈ ദുആ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് കാര്യമില്ല. ആദ്യം നിസ്കാരം ക്ലിയർ ആക്കണം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഈ ദുആ പറയണം. പിന്നെ ഉസ്താദേ ഇനി ഏതെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ദുആയൊക്കെ ഓർക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇപ്പം തന്നെ ഒന്നുകിൽ നിങ്ങളുടെ ആ ബുക്കിലേക്ക് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇത് മനപ്പാഠം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചെയ്താൽ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതിയാകുന്നതാണ്. ഇനി അടുത്തതായി എപ്പോഴും മലക്കുകളുടെ കാവൽ നമുക്കുണ്ടാവാൻ വുദു നിത്യമാക്കണമെന്നാണ്. പ്രത്യേകം ഉമ്മമാരെ ശ്രദ്ധിക്കണേ, ഉമ്മമാർ പ്രത്യേകം വുദു എടുക്കുക. എപ്പോഴും നമ്മളിപ്പോൾ നിസ്കാരത്തിന് വേണ്ടി വുദു എടുത്തു, ഒന്ന് ബാത്റൂമിൽ പോയി വരുമ്പോൾ അപ്പോഴും വുദു എടുക്കുക. അത് വുദു നിത്യമാക്കുക എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങളും പെണ്ണുങ്ങളും, പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. കാരണം നമ്മളൊക്കെ വീടുമായി ബന്ധപ്പെട്ടപ്പോഴും ജോലി ചെയ്യുന്നവരാണ്, അടുക്കളയിൽ കഴിയുന്നവരാണ്, പലപ്പോഴും വീട്ടിൽ ഒറ്റക്കാകുന്നവരാണ്. ഭർത്താവ് ജോലിക്ക് പോകും, മക്കൾ പഠിക്കാൻ പോകും, ഒറ്റക്കുള്ളവരാണ്. അപ്പോൾ ആ സമയത്ത് അള്ളാഹുവിൻ്റെ കാവലുണ്ടാവണം, മലക്കുകളുടെ സഹായം ഉണ്ടാവണം. അതിനെന്താ വേണ്ടത്? വുദു നമ്മൾ നിത്യമാക്കണം. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദായിമുൽ വുദു, നിത്യമായി വുദു ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മലക്കുകളുടെ കാവൽ ഉണ്ടാവാൻ കാരണമാണ്. ഒരിക്കലും തട്ടപ്പെടാത്ത ദുആയാണ് മലക്കുകളുടെ ദുആ. ഒരു സഹോദരനു വേണ്ടിയോ സഹോദരിക്ക് വേണ്ടിയോ അയാളില്ലാത്ത സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കുന്നു, ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങളില്ലാത്ത സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുകയാണെങ്കിൽ എൻ്റെ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ്. എന്നിട്ടോ ഒരു മലക്ക് വന്ന് പറയും, നീ ഇപ്പോൾ അവനിക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ, അവനില്ലാത്ത സമയത്തല്ലേ നീ ദുആ ചെയ്തത്, അതുകൊണ്ട് വലക്ക ബി മിസ്ലിക, അവനിക്ക് കിട്ടുന്നത് പോലത്തെ പ്രതിഫലം നിനക്കും അള്ളാഹു തരട്ടെ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. പിന്നെ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനായി മാറാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ, ഖബറിൽ നമുക്ക് മലക്കുകൾ രക്ഷയുമായിട്ട് വരാൻ, മരണസമയത്ത് മലക്കുകൾ കെലിമ നമുക്ക് പറഞ്ഞു തരാൻ, നമ്മുടെ മയ്യത്ത് 70,000 മലക്കുകൾ ചുമന്നുകൊണ്ടു പോവാൻ, അതുപോലെ ഒരു മലക്കിന്റെ കൈപിടിച്ച് നമുക്ക് സിറാത്ത് പാലം വേഗത്തിൽ കടക്കാൻ ഒരു മാർഗമുണ്ട്. ഏതാണെന്നറിയോ? സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. ആ 2 ആയത്ത് നമ്മൾ പതിവാക്കിയാൽ, പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കിയാൽ ഖബറിൽ നമുക്ക് മലക്കുകളുടെ കാവലുണ്ടാകും. ആ ചോദ്യം ചെയ്യുന്നത് സമയത്ത് നമുക്ക് വേഗത്തിൽ ഉത്തരം പറയാൻ പറ്റും. മരണസമയത്ത് മലക്കുകൾ തന്നെ നമുക്ക് കെലിമ പറഞ്ഞു തരും. 70,000 മലക്കുകൾ നമ്മുടെ റൂഹിനെ കൊണ്ടുപോകാനും നമ്മുടെ മരണക്രിയകൾക്ക് പങ്കെടുക്കാൻ അത് കാരണമാണ്. ഒരു മലക്കിന്റെ കൈപിടിച്ച് സിറാത്ത് പാലം വേഗത്തിൽ കടക്കാൻ പറ്റും. അപ്പോൾ മലക്കുകളുടെ സഹായം കിട്ടാൻ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് നമുക്കറിയാമല്ലോ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ഒരു ആയത്ത് മറന്നു പോവരുത്. ഇൻഷാ അല്ലാഹ് ഇനി മുതലുള്ള ദിവസം ഇതൊക്കെ പതിവാക്കിയാൽ പൈശാചികമായ ഉപദ്രവങ്ങൾ മാറും, മലക്കുകളുടെ സഹായമുണ്ടാകും. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അഹരികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ നമുക്ക് ആ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ഒരു 5 പ്രാവശ്യം ചൊല്ലിയേക്കാം. 5 പ്രാവശ്യം പറയാം. ആ കാവൽ നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ, അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരട്ടെ. ഈ ആയത്ത് ഓതുമ്പോൾ ബിസ്മി ഓതേണ്ട കാര്യം, കാരണം ബിസ്മി ഇല്ലാത്ത സൂറത്താണ് സൂറത്ത് തൗബ, അതുകൊണ്ട് ബിസ്മി ഓതേണ്ട കാര്യമില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. أعوذ بالله من الشيطان الرجيم.
لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആഇനെ അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞോ, നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ, എല്ലാവർക്കും അല്ലാഹു തആല പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.